കേരളത്തിലെ ആദ്യ പൊതുതിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നബാർഡ്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? 1, 2 എന്നിവ ശരിയാണ്. ഉദാരവൽക്കരണ നയം, വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണം, ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നു. ആഗോളവൽക്കരണ നയം, താരിഫ് ഉയർത്തുന്നതിനല്ല, താരിഫ് കുറയ്ക്കുന്നതിനും ക്വാട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 1, 2 എന്നിവയാണ് ശരി. താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിനു വേണ്ടി. താഷ്കന്റ് പ്രഖ്യാപനം ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിനു വേണ്ടി. ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ഡി 4 മാത്രം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണമെന്നത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മിറ്റിയുടെ ആശയമായിരുന്നു. DS കോത്താരി കമ്മീഷന്റെ ആശയങ്ങൾ: ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കു ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ നിന്ന് തെറ്റായ ജോഡി. ഓപ്ഷൻ ഡി 4 ആണ് തെറ്റായ ജോഡി. ഭിലായ് സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ബൊക്കാറോ ഫ്രാൻസ് അല്ല, ബൊക്കാറോ റഷ്യയാണ് ആൻസർ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രമാണ് തെറ്റ്. നെയ് തലീം എന്ന വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം നൽകിയത് ഗാന്ധിജിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ആണ് ദേശീയ വിദ്യാഭ്യാസ ദിനം. ആസാദിന്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ: രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഓപ്ഷൻ എ 1, 3 ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ സി 3 മാത്രം. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വങ്ങൾ. 1954 ഇന്ത്യ ചൈന അതിർത്തി തർക്കം പരിഹരിക്കുവാൻ ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ ദേശീയ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം എന്നിവയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ. സ്വാശ്രയത്വം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ തത്വമല്ല. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് മംഗൾയാൻ. 1954 നും 64 ഇടയിൽ എത്ര IIT കളാണ് സ്ഥാപിതമായത്? 5.